ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഫ്രാങ്കി ആണ് കേട്ടോളൂ. വെജ് ചീസ് ഫ്രാങ്കി. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫ്രാങ്കി മസാല ഉണ്ടാക്കാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി ഇടുക, 2 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1/4 ടീസ്പൂൺ ചുക്ക്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ. ഇതിനെ ചെറിയ തീയിലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ മസാലകളുടെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഈ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അവസാനം ഗ്യാസ് ഓഫ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് ചേർത്തണം. ബ്ലാക്ക് സോൾട്ട് മലയാളത്തിൽ എന്താ പറയുകയെന്ന് അറിയില്ല. കുറച്ച് നമ്മുടെ സാധാരണ ഉപ്പും ചേർത്തുക. ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പ് ചേർത്തിയാലും മതി. ഈ മസാലകളൊന്ന് തണുത്ത ശേഷം അതിനെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രാങ്കി മസാല റെഡിയായി. ഇതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വയ്ക്കുക. ഇനി നമുക്ക് ചില്ലി പിക്കിൾ ഉണ്ടാക്കണം. അതിന് ഒരു ബൗളിൽ 4-5 ടേബിൾ സ്പൂൺ സിന്തറ്റിക് വിനേഗർ എടുത്തിട്ട് അതിലേക്ക് 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിനെ ചേർത്തി 1 നുള്ളു ഉപ്പും ചേർത്തിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 ഫ്രാങ്കി ഉണ്ടാക്കാനൊക്കെ ഇത്രയും മതിയാവും. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോളൂ. ഞാൻ എന്നെ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി. ഇനി ആ ഫ്രാങ്കിൻ്റെ ഉള്ളിൽ കട്ട്ലറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ടാകുമല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ, അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇടുക. ജീരകം ഒന്ന് പൊട്ടിയ ശേഷം ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. പിന്നെ ഒരു 4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഒരു 15-20 വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 15-20 വെളുത്തുള്ളി എടുത്താൽ 4 ടീസ്പൂണൊക്കെ കിട്ടും. ഇതൊന്ന് വതക്കിയെടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർക്കുക. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി ഒന്ന് ചെറുതായിട്ട് ഇളക്കി. പിന്നെ നമ്മളൊരു ഫ്രാങ്കി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാൻ 4 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ മസാലയും ഈ ഉരുളക്കിഴങ്ങും മല്ലിയിലയും ഒക്കെ കൂടി യോജിക്കണം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ മസാല കൊണ്ട് കട്ട്ലറ്റ് പോലെ ഇങ്ങനെ ഉണ്ടാക്കണം. ഇങ്ങനെ നീളത്തിൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ റെക്ടാങ്കിൾ ഷേപ്പിലാക്കി എടുക്കണം എല്ലാം. ഇനി നമ്മൾ ആ ഫ്രാങ്കിയുടെ ചപ്പാത്തി പോലത്തെ സാധനം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്, മൈദ മാവ് എടുത്തിരിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അതിനെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക. കുഴച്ച് കഴിഞ്ഞിട്ട് അവസാനം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് കയ്യിലൊന്നും ഒട്ടാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഇരിക്കണം സോഫ്റ്റായിട്ട്. ഇനി അതിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റെങ്കിലും കവർ ചെയ്ത് വെക്കണം കേട്ടോ. ഞാനൊരു അരമണിക്കൂർ അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അതിൽ 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കുഴച്ചു.
എന്നിട്ട് അതിനെ ചെറിയ ഉരുളകളാക്കി. ഇനി നമ്മൾ അതിനെ ചപ്പാത്തി പരത്തും പോലെ മൈദമാവിൽ റോൾ ചെയ്തിട്ടാണ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനെ കുറച്ച് വലിയ സൈസായിട്ട് പരത്തണം. സ്റ്റഫിംഗ് ഒക്കെ വെച്ച് റാപ്പ് പോലെ അതിനെ റോൾ ചെയ്യാൻ പാകത്തിനുള്ള സൈസായിരിക്കണം. എല്ലാ ചപ്പാത്തിയും പരത്തിയെടുത്ത ശേഷം നമുക്ക് ഒരു തവ ചൂടാക്കിയിട്ട് അതിനെ ഒന്ന് ചുട്ടെടുക്കണം. നമ്മുടെ തവ നന്നായിട്ട് ചൂടായ ശേഷം ഈ ചപ്പാത്തി അതിലേക്ക് ഇടാൻ പാടുള്ളൂ. അതിനെ മുഴുവനായിട്ട് നമുക്ക് വേവിച്ചെടുക്കാനും പാടില്ല. ഒന്നിങ്ങനെ ഈ ബബിൾസ് പോലെ ഇങ്ങനെ കാണില്ലേ, അങ്ങനെ ആകുമ്പോൾ തന്നെ അതിനെ മറിച്ചിടും. എന്നിട്ട് അടുത്ത സൈഡും ഒന്ന് ചെറുതായിട്ടൊരു പകുതി വേവ് ആകുമ്പോൾ നമ്മൾ അതിനെ വാങ്ങി വെക്കണം. ഇതുപോലെ എല്ലാ ചപ്പാത്തിയും ചെറുതായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഇതുപോലെ ബബിൾസ് പോലെ ഇങ്ങനെ കാണില്ലേ, കളർ അങ്ങനെ മാറിയിട്ട് അതുപോലെ കാണുമ്പോൾ നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിടുക. അങ്ങനെ രണ്ട് സൈഡും ഓരോ പകുതി വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനെ വാങ്ങി വെക്കാം. ഇനി നമ്മൾ ആ കട്ട്ലറ്റ് ഉണ്ടാക്കിയതിനൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു തവ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ ഇതുപോലെ കട്ട്ലറ്റ് നിരത്തി വെച്ച് പിന്നെ കുറച്ചുകൂടെ എണ്ണ മുകളിൽ കൂടെ തൂവി കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് എടുക്കുക. ഒരു വാട്ടിയിൽ കുറച്ച് ചാട്ട് മസാല മാറ്റി വെക്കണം ഫ്രാങ്കിലിടാൻ വേണ്ടി. ഇനി ഫ്രാങ്കി കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു തവ ചൂടാക്കി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് ഈ നമ്മൾ പകുതി വേവിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ, മൈദ ചപ്പാത്തി, അതിനെ ഇതിലിട്ട് നന്നായിട്ട് മുഴുവനായിട്ട് വേവിക്കുക. അതിൻ്റെ സൈഡിൽ തന്നെ ആ കട്ട്ലറ്റ് പോലത്തെ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉരുളക്കിഴങ്ങിൻ്റെ, അതൊന്ന് ചെറുതായി ചൂടാക്കാനായിട്ട് വെക്കുക. എന്നിട്ട് ഈ ചപ്പാത്തി ചൂടാവുമ്പോൾ അതിലേക്ക് ഈ കട്ട്ലറ്റിനെ ഇട്ടിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഒരു ഓരത്ത് വെച്ചാൽ മതി അതിന്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറുതായി നറുക്കിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതിൽ നമ്മൾ ഈ വിനേഗറും പച്ചമുളകും കൂടി ഒരു ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഒരു മിക്സർ, അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഫ്രാങ്കി മസാലയും കുറച്ച് ചാട്ട് മസാലയും ഇടുക. എന്നിട്ട് നിറയെ ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. അതുപോലെ ഉള്ളി നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇടാട്ടുള്ളൂ. എന്നിട്ട് ഇതിനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫ്രാങ്കി റെഡി. ഇതിങ്ങനെ സെർവ് ചെയ്യുക. ഇതുപോലെ എല്ലാ ഫ്രാങ്കി ഉണ്ടാക്കിയെടുക്കുക. ചൂടോടെ വേണം ഉണ്ടാക്കി കഴിക്കാനുള്ളൂ, ആറിയ നന്നായിരിക്കും. പിന്നെ ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യാത്തത്, എനിക്ക് നമ്പർ ഓഫ് കമൻറ്റ്സ് കാണുന്നുണ്ട്, പക്ഷെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആരെ കമൻറ്റ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. ചിലവരെ കണ്ട് ചിലവരെ കാണുന്നില്ല, പക്ഷെ നമ്പർ ഓഫ് കമൻറ്റ്സ് കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്ലൈ ചെയ്തില്ല എന്ന് ആരും വിചാരിക്കണ്ട, കാണാത്തത് കൊണ്ട് റിപ്ലൈ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ഫ്രാങ്കി ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. Thank you. Bye-bye.